ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഫൈസൽ സാറാണ് മക്കളെ. നമ്മുടെ എക്സാമിനേഷൻ ആണ് ഈ വരുന്ന ഡേറ്റുകളിൽ. സോ കൃത്യമായിട്ട് മക്കൾ അടിപൊളിയായിട്ട് പഠിക്കാം. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ഇന്ത്യൻ എക്കണോമി ത്രൂ വേരിയസ് സെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സമ്പത്തിന്റെ വിവിധ മേഖലകളിലൂടെ എന്ന് പറയുന്ന ചാപ്റ്റർ. ഈ ചാപ്റ്റർ നമ്മൾ പ്രധാനമായിട്ട് പഠിക്കേണ്ട ഭാഗം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ എക്കണോമിക് സെക്ടർ, സമ്പദ്ഘടനകൾ ഏതൊക്കെയെന്നുള്ള നമ്മൾ അതിന് മൂന്നെണ്ണമായിട്ടാണ് തരംതിരിക്കുന്നത്. പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടേഴ്സറി സെക്ടർ. പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല എന്ന് പറയും. അതിൽ പ്രൈമറി സെക്ടർ തന്നെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരുണ്ടല്ലോ. എന്താണ് മക്കളെ? അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. അതാണ് അഗ്രികൾച്ചറൽ സെക്ടർ അഥവാ കാർഷിക മേഖല എന്ന് വിളിക്കാറുണ്ട്. കാരണം ഇറ്റ് ഗീവ് മോർ ഇമ്പോർട്ടൻസ് ടു അഗ്രികൾച്ചർ. കൃഷിക്ക് ഏറെ പ്രാധാന്യം നൽകുന്നത് കൊണ്ടാണ് അതിന് അഗ്രികൾച്ചർ സെക്ടർ, കാർഷിക മേഖല എന്ന് വിളിക്കുന്നത്. കൂടാതെ തന്നെ there is natural resources directly consumed. പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗിക്കുന്ന ഒരു മേഖലയുമാണ് പ്രൈമറി സെക്ടർ എന്ന് പറഞ്ഞാൽ. എന്നാൽ രണ്ടാമത്തെ മേഖലയാണ് സെക്കൻഡറി സെക്ടർ എന്ന് പറഞ്ഞാൽ ദ്വിതീയ മേഖല എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് ഇൻഡസ്ട്രിയൽ സെക്ടർ. ഇത് നമ്മൾ എന്താ വിളിക്കാറുള്ളത്? ഇൻഡസ്ട്രിയൽ സെക്ടർ അഥവാ വ്യാവസായിക മേഖല എന്നാണ് വിളിക്കാറുള്ളത്. അവിടെ പ്രൈമറി സെക്ടറിൽ നിന്ന് കിട്ടുന്ന റോ മെറ്റീരിയൽസിനെ, പ്രാഥമിക മേഖലയിൽ നിന്ന് കിട്ടുന്ന അസംസ്കൃത വസ്തുക്കളെ ഫിനിഷ്ഡ് ഗുഡ് ആയിട്ട് അത് ഒരു ഉൽപ്പന്നമാക്കിയിട്ട് വെക്കുന്നത് സെക്കൻഡറി സെക്ടർ എന്നാണ് ദ്വിതീയ മേഖലയിലാണ്. എന്നാൽ മൂന്നാമത്തെ മേഖല ഏതാണ്? ടേഴ്സറി സെക്ടർ, തൃതീയ മേഖലയാണ്. തൃതീയ മേഖല നമ്മൾ വിളിക്കുന്ന വേറെ പേരെന്താണ് മക്കളെ? അതാണ് സർവീസ് സെക്ടർ അഥവാ സേവന മേഖല എന്നാണ് വിളിക്കാറുള്ളത്. ഇവ മൂന്നും തന്നെ തമ്മിൽ ഇന്റർ കണക്റ്റഡ് ആണ്. കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. അവ തമ്മിലുള്ള റിലേഷൻഷിപ്പ് മക്കൾ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കേണ്ടതാണ്. അത് കഴിഞ്ഞാൽ ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ അടുത്തൊരു ഭാഗം എന്ന് പറഞ്ഞാൽ നാഷണൽ ഇൻകം, ദേശീയ വരുമാനം എന്ന് പറയുന്ന. എന്താ മക്കളെ ദേശീയ വരുമാനം എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ദ സം ടോട്ടൽ ഓഫ് മണി വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ആൻ ഫിനാൻഷ്യൽ ഇയർ, അല്ലെ, ഇൻ ആൻ അക്കൗണ്ടിംഗ് ഇയർ എന്നൊക്കെ പറയുന്ന ഒരു സാമ്പത്തിക വർഷത്തിൽ ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യമാണ് ദേശീയ വരുമാനം എന്ന് പറഞ്ഞാൽ. എന്നുവെച്ചാൽ ഒരു രാജ്യത്ത് ഒരു കൊല്ലത്തിന്റെ ഉള്ളിൽ ഒരു ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ് ഒരു ഫിനാൻഷ്യൽ ഇയർ, ഒരു സാമ്പത്തിക വർഷം. ഈ ഒരു സാമ്പത്തിക വർഷത്തിൽ ഒരു രാജ്യത്ത് നിർമ്മിക്കുന്ന എല്ലാ സാധനങ്ങളുടെയും എല്ലാ സേവനങ്ങളുടെയും പ്രൈസ് കൂട്ടുന്നതിനെ വിളിക്കുന്ന പേരാണ് നാഷണൽ ഇൻകം, ദേശീയ വരുമാനം എന്ന് പറയുന്നത്. ആ രാജ്യത്ത് ഒരു വർഷം ഉണ്ടാക്കുന്ന എല്ലാ സാധനങ്ങളുടെയും വില കൂട്ടുന്നതിനെയാണ്. അതിന് മക്കൾ ഒന്ന് പഠിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഈ നാഷണൽ വരുമാനം കണക്കാക്കുന്നതിന് പ്രാധാന്യം എന്താണ്, ഇമ്പോർട്ടൻസ് എന്താണ് ചോദിക്കണമെങ്കിൽ ഒന്നാമത്തെ കാര്യം നമുക്ക് എക്കണോമിക് ഗ്രോത്തിനെ തിരിച്ചറിയാം, സാമ്പത്തിക വളർച്ചയെ തിരിച്ചറിയാം. കഴിഞ്ഞ വർഷത്തിനേക്കാളും ഈ വർഷം കൂടിയിട്ടുണ്ടോ കുറഞ്ഞിട്ടുണ്ടോ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. രണ്ടാമത്തെ നമുക്ക് ഡിഫറെന്റ് സെക്ടേഴ്സ്, വിവിധ മേഖലകളിൽ നിന്നുള്ള സംഭാവനകൾ വിലയിരുത്താം. പ്രൈമറി സെക്ടറിന് എത്രയുണ്ട്, സെക്കൻഡറി സെക്ടറിന് എത്രയുണ്ട്, ടേഴ്സറി സെക്ടറിന് എത്രയുണ്ട് എന്നുള്ള മേഖലകളിൽ നിന്നുള്ള വരുമാനത്തെ നമുക്ക് വിലയിരുത്താൻ സഹായിക്കുന്നതാണ്. കൂടാതെ തന്നെ മൂന്നാമത്തെ അടുത്ത ഇതാണ് ഗവൺമെന്റിന് എന്ത് ചെയ്യാൻ പറ്റും? ഈ വിവിധ പ്ലാനുകൾ കൊണ്ടുവരാനും പ്രൊജക്ടുകൾ കൊണ്ടുവരാനൊക്കെ ഗവൺമെന്റിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ കമ്പയർ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ രാജ്യത്തെ മറ്റു രാജ്യങ്ങളുമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? താരതമ്യം ചെയ്യാൻ പറ്റും. ഇതിനെല്ലാത്തിനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ദേശീയ വരുമാനം, നാഷണൽ ഇൻകം കണക്കാക്കുന്നത് പറ്റും. അപ്പോൾ രാജ്യത്തിന്റെ വളർച്ച നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഡിഫറെന്റ് സെക്ടേഴ്സ്, വിവിധ മേഖലകളിൽ നിന്നുള്ള സംഭാവനകൾ മനസ്സിലാക്കാൻ പറ്റും. ഗവൺമെന്റിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കമ്പയർ ചെയ്യാൻ പറ്റും. ഇതിലെല്ലാത്തും നമ്മളെ ഏതാ സഹായിക്കാറുള്ളത്? ദേശീയ വരുമാനത്തിനെ കണക്കാക്കലാണ്, നമ്മൾ നാഷണൽ ഇൻകത്തിന്റെ കാൽക്കുലേഷൻ. അതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്ററിൽ പരീക്ഷയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു ഭാഗമാണ് മെത്തേഡ്സ് ഓഫ് മെഷറിംഗ് നാഷണൽ ഇൻകം, ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതികൾ എന്ന് പറയുന്നത്. അതിൽ ഒന്നാമത്തെ രീതിയാണ് മക്കളെ പ്രൊഡക്റ്റ് മെത്തേഡ്, ഉൽപ്പന്ന രീതി എന്ന് പറയും. അത് പ്രൊഡക്റ്റ് മെത്തേഡിന്റെ ഇക്വേഷൻ എന്താണ് മക്കളെ നമ്മൾ പഠിച്ചിട്ടുള്ളത്? എങ്ങനെയാ പഠിച്ചിട്ടുള്ളത്? N is equal to national income എന്ന് പറയുന്നത് x1 plus x2 plus x3 plus നമ്പർ ഓഫ് xn എന്നാ പഠിച്ചിട്ടില്ലേ? എന്ന് വെച്ചാൽ ഇതെന്താ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല ഉണ്ടല്ലോ, പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടേഴ്സറി സെക്ടർ. ഇവയിൽ നിന്ന് എല്ലാം ഉണ്ടാക്കിയിട്ടുള്ള വസ്തുക്കളുടെ എണ്ണം കൂട്ടാം. എന്ന് വെച്ചാൽ എല്ലാ പ്രൊഡക്റ്റുകളുടെയും ആഡ് ചെയ്യുക. അതാണ് പ്രൊഡക്റ്റ് മെത്തേഡ്, ഉൽപ്പന്ന രീതി എന്ന് പറയുന്നത്. ഈ എല്ലാ മേഖലകളിലും നമ്മൾ നിർമ്മിച്ചിട്ടുള്ള അതാണ്. ഒന്നാമത്തെ സാധനത്തെയാണ് x1 എന്ന് പറഞ്ഞാൽ, രണ്ടാമത് ഉണ്ടാക്കിയ സാധനത്തെ x2 എന്ന് പറഞ്ഞു, മൂന്നാമത്തെ സാധനത്തെ x3 എന്ന് പറഞ്ഞു. അതിന് 1,00,000 സാധനങ്ങളുടെയും ഈ 1,00,000 സാധനങ്ങളുടെയും വില കൂട്ടുന്നതാണ് പ്രൊഡക്റ്റ് മെത്തേഡ്, ഉൽപ്പന്ന രീതി എന്ന് പറയുന്നത്. എന്നാൽ ഇൻകം മെത്തേഡ് എന്ന് പറഞ്ഞാൽ വരുമാന രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ഉൽപാദക ഘടകങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ ലാൻഡ് അഥവാ ഭൂമിക്ക് നമ്മൾ എന്താ കൊടുക്കാറുള്ളത്? റെന്റ് ആണ് കൊടുക്കാറുള്ളത്, അല്ലെ? ഭൂമിക്ക് നമ്മൾ പാട്ടമാണ്, റെന്റ് ആണ് കൊടുക്കുന്നത്. ലേബറിനാണെങ്കിൽ എന്താ കൊടുക്കാറുള്ളത്? വേജ് ആണ് കൊടുക്കാറുള്ളത്. അതാണ് W എന്ന് പറയുന്നത്. അതേസമയം ക്യാപിറ്റലിന്, മൂലധനത്തിന് എന്താ കൊടുക്കാറുള്ളത്? ഇൻട്രസ്റ്റ് ആണ് കൊടുക്കാറുള്ളത്. അതേസമയം നമ്മൾ എന്ത് ചെയ്യുന്നു? ഓർഗനൈസേഷൻ നടത്തുന്ന ആളുകൾക്ക് എന്താ കൊടുക്കാറുള്ളത്? പ്രോഫിറ്റ് ആണ് കൊടുക്കുന്നത്. അപ്പൊ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ഉൽപാദക ഘടകം കിട്ടുന്ന വരുമാനത്തെ കൂട്ടുന്നതിനെ വിളിക്കുന്ന പേരാണ് ഇൻകം മെത്തേഡ്, വരുമാന രീതി എന്ന് പറയുന്നത്. അത് R എന്ന് പറഞ്ഞാൽ റെന്റ് ആണ്, W എന്ന് പറഞ്ഞാൽ വേജ് ആണ്, I എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് ആണ്, P എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോഫിറ്റ് ആണ്. എക്സ്പെൻഡിച്ചർ മെത്തേഡ് പറഞ്ഞാൽ നമുക്ക് ഏതൊക്കെ തരത്തിലാണ് ചെലവുകൾ വരുന്നത് നോക്കണേ. അതിൽ ചെലവുകളിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ നമ്മൾ നോക്കുന്നു നാഷണൽ ഇൻകം ഈസ് ഈക്വൽ ടു, ഇവിടുത്തെ ഇക്വേഷൻ ഇതാണ് C+C എന്ന് പറഞ്ഞാൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ, ഉപഭോഗ ചെലവ് എന്ന് പറയാം. എന്താർത്ഥം? നമ്മുടെ കയ്യിൽ പൈസ ഉണ്ട്, നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവാക്കൂലേ?
അതാണ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ. ബാക്കി വന്ന പൈസ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു, സേവ് ചെയ്തു, അത് ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ പ്ലസ് ഗവൺമെന്റിന് വേണ്ടി നമുക്ക് വേണ്ടി ചെലവാക്കുന്നുണ്ട്, അതാണ് ജി എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണം, ഇവിടെ ബ്രാക്കറ്റ് ഇട്ടിട്ടാണ് എഴുതേണ്ടത് എക്സ് മൈനസ് എം അഥവാ എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട്. അതാണ് ആക്ച്വലി എക്സ്പെൻഡിച്ചർ മെത്തേഡ്, ചെലവ് രീതി എന്ന് പറയാം. സോ ഇത് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം, മൂന്നിന്റെയും ഇക്വേഷൻസ് പഠിച്ചു വെക്കണം. അത് ഇക്വേഷൻ തന്നിട്ട് നമ്മളോട് പ്രോബ്ലം സോൾവ് ചെയ്യാനൊന്നും പറയില്ല, പക്ഷെ ഇക്വേഷൻസ് ബേസ് ചെയ്ത് നമ്മളോട് ഈ ക്വസ്റ്റ്യൻസുകൾ ചോദിക്കും. അപ്പൊ കൃത്യമായിട്ട് മക്കൾ പഠിച്ചു വെക്കണം. അതുപോലെ നാഷണൽ ഇൻകത്തിൽ നിർബന്ധമായിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ് ലിമിറ്റേഷൻസ് ഓഫ് മെഷറിംഗ് നാഷണൽ ഇൻകം, ദേശീയ വരുമാനം കണക്കാക്കുന്നതിന്റെ പരിമിതികൾ എന്തൊക്കെയെന്നുള്ളത്. അതിൽ ഒന്നാമത്തെ എന്താണ്, കൃത്യമായ സ്ഥിതി വിവര കണക്കുകളുടെ അഭാവമാണ്. ലാക്ക് ഓഫ് ആക്യുറേറ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ, കൃത്യമായ വിവരങ്ങൾ കൊടുക്കാറില്ല എന്ന് തന്നെയാണ് ആദ്യത്തെ പ്രശ്നം. കാരണം നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ വരികയാണെങ്കിൽ നമ്മൾ കൃത്യമായ എന്ത് ചെയ്യല്ല, നമ്മുടെ ശമ്പളം ഒന്നും പറഞ്ഞു കൊടുക്കൂല. അതുപോലെ തന്നെ there is a chance for double counting അഥവാ ഒന്നിലധികം പ്രാവശ്യം ഒരേ വസ്തുവിന്റെ വില കൂട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ സെൽഫ് കൺസംഷൻ, നമ്മുടെ വീട്ടിലെ സാധനങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, വീട്ടിലെ ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടി സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി നിർമ്മിക്കുന്ന ഒന്നും ഇതിലെന്ത് ചെയ്യാറില്ല, നാഷണൽ ഇൻകത്തിൽ കണക്കാക്കാറില്ല. വീട്ടിൽ പച്ചക്കറി തോട്ടുണ്ട്, നമ്മൾ കണക്കാക്കോ ഇല്ല. വീട്ടിൽ വാഴ കൊലച്ച് അതിലെന്ത് വാഴപ്പഴം ഉണ്ടായിരുന്നു, ആ വാഴപ്പഴത്തിന്റെ വില നാഷണൽ ഇൻകത്തിൽ ഉണ്ടാവും, ദേശീയ വരുമാനത്തിൽ ഉണ്ടാവോ ഇല്ല. അത് തന്നെയാ പറഞ്ഞത് സെൽഫ് കൺസംഷൻ, സ്വന്തം ഉപഭോഗത്തിന് വേണ്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ നോൺ മോണിറ്ററി വാല്യൂ അഥവാ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മളെ വില നിശ്ചയിക്കപ്പെടാത്ത സാധനങ്ങളുടെ വാല്യൂ ഒന്നും ചെയ്യാറില്ല, ഇതിൽ വരാറില്ല. നമ്മൾ വളണ്ടിയർ സർവീസ് ഒക്കെ ഉണ്ടാവില്ലേ, നമ്മൾ വളണ്ടിയർ ആയിട്ട് മറ്റൊരു ജോലിയൊക്കെ ചെയ്തിട്ടുണ്ടാവും, ആ ജോലിയുടെ വരുമാനം ഒന്നും ചെയ്യാറില്ല ഇതിൽ വില. കാരണം വളണ്ടിയർ എന്ന് പറഞ്ഞാൽ നോൺ മോണിറ്ററി വാല്യൂ ആണ്, വില തീരുമാനിക്കാത്തതാണ്. അതുപോലെ തന്നെ ഗാർഹിക ജോലി, നമ്മുടെ വീട്ടിൽ നമ്മുടെ അമ്മമാർ ചെയ്യുന്ന ഹൗസ് ഹോൾഡ് വർക്കുകൾ ഒന്നും ചെയ്യാറില്ല, നാഷണൽ ഇൻകത്തിൽ വരാറില്ല. സോ ഇവയെല്ലാം തന്നെ ദേശീയ വരുമാനം കണക്കാക്കുന്നതിന്റെ പരിമിതികളാണ്. കൃത്യമായിട്ട് പഠിച്ചു വെക്കണം, പൗഷ് ചെയ്തു വെച്ചോ. എന്നിട്ട് കൃത്യമായിട്ട് നോട്ടിലേക്ക് എന്താണ് ഷോർട്ട് നോട്ടുകൾ എഴുതിയിട്ട് കൃത്യമായിട്ട് മക്കൾ പഠിച്ചോ, ഒരിക്കലും അതിനെ മാറ്റി നിർത്താൻ പാടില്ല. അതുപോലെ ഇവിടുന്ന് പഠിക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ എംപ്ലോയ്മെന്റ് സ്ട്രക്ചർ ഉണ്ട് അഥവാ തൊഴിൽ ഘടനയുണ്ട്. അത് രണ്ട് രീതിയിലുള്ളത്, സംഘടിത മേഖലയും അസംഘടിത മേഖലയും, ഓർഗനൈസ് സെക്ടറും അൺഓർഗനൈസ് സെക്ടർ എന്ന് പറയും. അതിൽ സംഘടിത മേഖല എന്ന് പറഞ്ഞാൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട തൊഴിലാണ്. എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, വേറെ സ്കൂളിലെ ടീച്ചേഴ്സിനൊക്കെ ആലോചിച്ചിട്ടുണ്ട്, അവർക്ക് കൃത്യമായ ശമ്പളം നൽകുന്നുണ്ട്, കൃത്യമായ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ജോലിയാണുള്ളത്. അതേസമയം നമ്മുടെ നാട്ടിലെ കൂലിപ്പണിക്കാരെ ആലോചിക്കുകയും അവർ അൺഓർഗനൈസ്ഡ് ആണ്, ഒരു കൃത്യമായി രജിസ്റ്റർ ചെയ്യപ്പെടാത്ത ജോലിയാണുള്ളത്, അൺരജിസ്റ്റേർഡ് ജോലിയാണുള്ളത്. അതുപോലെ തന്നെ സ്ഥിരം തൊഴിൽ ഉറപ്പ് നൽകുന്നു, പെർമനന്റ് ജോബ് ഉണ്ടായിരിക്കും. ഇവിടെ എന്താണ്, ലാക്ക് ഓഫ് പെർമനന്റ് ജോബ്, സ്ഥിരം ജോലി ഉണ്ടായിരിക്കൂല. താരതമ്യേന കൂടിയ ശമ്പളം ഉണ്ടായിരിക്കും. കമ്പാരിറ്റീവ്ലി ഹൈ സാലറിയാണ്, ഇവിടെ കമ്പാരിറ്റീവ്ലി ലോ സാലറി, പാവങ്ങൾക്ക് കുറഞ്ഞ ശമ്പളം മാത്രമേ ഉണ്ടാവാറുള്ളൂ. അതുപോലെ തന്നെ തൊഴിൽ സുരക്ഷിതത്വം, ജോബ് സെക്യൂരിറ്റി ഉണ്ടായിരിക്കും. അതേസമയം ഇവിടെ എന്തില്ല, ജോബ് സെക്യൂരിറ്റി ഇല്ല, തൊഴിൽ സുരക്ഷിതത്വം ഉണ്ടാവില്ല. ഇവിടുന്ന് ചോദിക്കാൻ സാധ്യതയുള്ള അടുത്തൊരു ചോദ്യം കൂടെ നമ്മൾ പഠിച്ചു വെച്ചേക്കാം. വാട്ട് ആർ ദ പ്രോബ്ലം ഫേസ്ഡ് ബൈ അൺഓർഗനൈസ്ഡ് സെക്ടർ, സംഘടിത മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാ? അസംഘടിത മേഖലയിൽ നേരിടുന്ന ജനങ്ങളുടെ പ്രശ്നങ്ങൾ, ഒന്ന് സുരക്ഷിതമല്ലാത്ത തൊഴിലിടങ്ങൾ, ഇൻസെക്യൂർ വർക്ക് സ്പേസ് ആണ്, ദീർഘമായ തൊഴിൽ സമയം, ലോങ് വർക്കിംഗ് അവേഴ്സ്, അവർക്ക് ഒരുപാട് സമയം ജോലി ചെയ്യേണ്ടി വരുന്നു, കുറഞ്ഞ വേതനം, ലോ വേജ് ആണ് അവർക്ക് കിട്ടാറുള്ളത്, സാമൂഹിക സാമ്പത്തിക അസമത്വം, സോഷ്യോ എക്കണോമിക് ഇനീക്വാലിറ്റി ഒക്കെ ഇവർ ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. സോ ഈ ചാപ്റ്ററിൽ മക്കൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കേണ്ട കാര്യങ്ങൾ ഇവയാണ്. നിർബന്ധമായിട്ട് ഈ കാര്യങ്ങൾ പഠിച്ചു വെക്കണം. ബാക്കിയുള്ള ഇതിന് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യും, മാരത്തോണുകൾ ഡിസ്കസ് ചെയ്യും. സോ മാരത്തോണുകൾ ആരും തന്നെ മിസ്സാക്കരുത്. 7:30 നമ്മുടെ ലൈവ് സ്റ്റാർട്ട് ചെയ്ത് കൃത്യമായിട്ട് മക്കൾ എല്ലാവരും ഉണ്ടായിരിക്കാം. നമുക്ക് അവിടെ കൃത്യമായിട്ട് അടിപൊളിയായിട്ട് പഠിക്കാം. കൂടെ തന്നെ ഒരു കാര്യം കൂടി ഞാൻ ഉണർത്തുന്നു, മക്കളെ അടുത്ത കൊല്ലം മക്കൾ 10ാം ക്ലാസ്സിലേക്കാണ് ചെല്ലാനുള്ളത്. അവിടേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് ആദ്യം മുതൽ തന്നെ പഠിച്ചിറങ്ങാം. ഇപ്പൊ നമ്മൾ ഇരിക്കുന്ന പോലെ ഏറ്റവും അവസാനത്തിൽ നമ്മൾ ഒരുപാട് പഠിക്കുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് എത്താൻ പാടില്ല. A+ നമുക്ക് ഉറപ്പിക്കേണ്ട വർഷമാണ് അടുത്ത വർഷം എന്ന് പറയുന്നത്. സോ 10ാം ക്ലാസ്സിലേക്ക് അസ്ത്ര ബാച്ചിന്റെ അഡ്മിഷൻ നമ്മൾ അടിപൊളിയായിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. 3 ഏരിയകളായിട്ടാണ് ആക്ച്വലി റൺ ചെയ്യുന്നത്, 3 സ്കീമുകളായിട്ടാണ് റൺ ചെയ്യുന്നത്. സോ കൃത്യമായിട്ട് മക്കൾ നോക്കിയിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ സെലക്ട് ചെയ്യുക. സോ നമുക്ക് അവിടെ അടിപൊളിയായിട്ട് പഠിക്കാം മക്കളെ. ടാറ്റാ, ബൈ ബൈ, സീ യു ഓൾ.